രാഹുൽ ഈശ്വർ ശരിക്കും ഒരുപാട് പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അടരാടിക്കൊണ്ടിരിക്കുക രാഹുൽ ഈശ്വർ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് സ്ത്രീകൾക്ക് ഈ സൗജന്യം അനുവദിച്ചാൽ പുരുഷന്മാർക്കും അത് നിഷേധിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആദ്യം തന്നെ ഈ ഗുഡ് എക്കണോമിക്സ് ഈസ് ബാഡ് പൊളിറ്റിക്സ് ആൻഡ് ഗുഡ് പൊളിറ്റിക്സ് ഈസ് ബാഡ് എക്കണോമിക്സ് ആലങ്കാരികമായി പറയാറുണ്ട്. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് നല്ല സാമ്പത്തിക ശാസ്ത്രം പലപ്പോഴും സ്വീകരിക്കപ്പെടാത്ത രാഷ്ട്രീയവും ഈ രാഷ്ട്രീയം പലപ്പോഴും ചീത്ത സാമ്പത്തിക ശാസ്ത്രവുമാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് പാവപ്പെട്ട പുരുഷന്മാരും ഇല്ലേ, ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്കെല്ലാം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയ ഒരു ഡിസിഷനാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എന്തിനാണ് ഇത് കൊടുക്കാൻ കഴിയുന്നത്? അതായത് ഒരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് എന്തിനാണ് ഇത് കൊടുക്കുന്നത്? സ്വാഭാവിക ചോദ്യമുണ്ട്. അപ്പോ ഇതിന്റെ ചെലവ് ഞാൻ ഇതിന്റെ കണക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നേരത്തെ ശ്രീനാരായണൻ സാർ പറഞ്ഞതുപോലെ 60 കോടി മുതൽ 90 കോടി വരെ, ലോവർ എസ്റ്റിമേറ്റ് 60 കോടി മുതൽ 90 കോടി വരെ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വർഷം 1000 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. അത്രയും കേരളത്തിന് മാറ്റിവെക്കാൻ കഴിയുമോ? ഇത് സ്വകാര്യ മേഖലയിലെ ബസ് ഓപ്പറേറ്റർമാർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഓൾമോസ്റ്റ് പകുതിയെങ്കിലുമായി എന്നാണ് കണക്കുകൾ പറയുന്നത് അവരുടെ ഇതിലേക്ക് പോകുന്ന യാത്രികർ. ഞാനിനി എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതാ. അപ്പൊ അതെങ്ങനെ അഫോർഡ് ചെയ്യും? 23 ലക്ഷം മുതൽ 24 ലക്ഷം വരെയാണ് KSRTC യാത്രക്കാരുണ്ടെന്ന് പറയുന്നത്. അതിൽ 12 ലക്ഷത്തോളം സ്ത്രീകളാണ്. അവരാരും ടിക്കറ്റ് എടുക്കാതെ പോയാൽ KSRTC കിട്ടുന്ന വരുമാനം ഓൾറെഡി പകുതിയാവുന്നു. ഓൾറെഡി 1124 കോടിയോളം നഷ്ടത്തിലാണ് KSRTC പ്രവർത്തിക്കുന്നത്. അറിയാമോ? അറിയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ എക്കണോമിക് സാമ്പത്തിക ശാസ്ത്രം കൊണ്ടുചെന്ന് കിട്ടുന്നതെന്ന് വലിയൊരു ചോദ്യമാണ്. അതോടൊപ്പം മന്ത്രി ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ KB ഗണേഷ് കുമാറിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു വാർത്താലേഖകരോട്. അദ്ദേഹം പറഞ്ഞു കുട്ടിച്ചോറായി പോകുന്നു പറഞ്ഞു KSRTC. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. അത് കോൺഗ്രസിനെ വലിയ UDF വലിയ പ്രതീക്ഷയോടാണ് കാണുന്നത്. പക്ഷേ ഈ പോപ്പുലിസം എന്ന് പറയുന്നതും കൈയടി കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സാമ്പത്തിക ഭദ്രത വേണമെന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ട്, ഈ പോളിസി വൈസ് നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു പോളിസി വൈസ് പുരുഷന്മാരോടുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലേ? അതായത് കമ്മീഷൻ ആളെന്നുള്ള നിലയിൽ അല്ല, പുരുഷന്മാർക്ക് ഒന്നെങ്കിൽ അതായത് മിഡിൽ ക്ലാസ്സിൽ ഉള്ള ഒരു സ്ത്രീ, ലോവർ ക്ലാസ്സിലുള്ള ഒരു പുരുഷൻ, മിഡിൽ ക്ലാസ്സിലുള്ള സ്ത്രീക്ക് ഫ്രീ ആയ റൈഡ് കിട്ടുന്നു. ഈ പാവപ്പെട്ട പുരുഷൻ കാശ് കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു. എന്ത് ലോജിക്കാ അതിനുള്ളത്? ഈ പറഞ്ഞത് ന്യായം. സ്ത്രീകൾക്ക് കൂടുതൽ മൊബിലിറ്റി വേണമെന്ന് വേണ്ടെന്ന് ആരും പറയുന്നില്ല. നേരത്തെ ടോമിൻ ചത്തങ്കി സാർ പറഞ്ഞതുപോലെ ഇനിയും പുരുഷന്മാർക്കും കൂടെ ഭാവി കൊടുക്കും എന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ പലപ്പോഴും ഇത് പ്രാക്ടിക്കൽ അല്ല. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? പറച്ചിലിന് വേണ്ടി പറയാന്നല്ലാതെ പ്രായോഗിക തലത്തിൽ അത് നടക്കില്ല. ഇനി അഡ്വാൻസ് രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ, ഞാനിപ്പോൾ എല്ലാ മാസവും ഫിൻലാൻഡിൽ 10 ദിവസത്തോളം താമസിക്കുന്ന വ്യക്തിയാണ്. അവിടൊക്കെ അവരൊരു ബ്ലാങ്കറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട്. കാര്യം ഇല്ലെങ്കിൽ ഈ സാധനം നിലനിന്ന് പോകണ്ടേ? എന്താണ് ചിന്താശേഷി ഇല്ലാതെ സംസാരിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ ഈ 1000, 1200 കോടി രൂപ എടുക്കുമ്പോൾ കർണാടകത്തിൽ ഏകദേശം ചില കണക്കുകൾ പറയുന്ന 5000-ഓളം കോടി രൂപ അവർ ഓരോ മാസം ചെലവാക്കുന്നതാണ്. തെലങ്കാനയിൽ 3000 കോടി ചെലവാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ 3000 കോടി ഇതിനു വേണ്ടി ചെലവാക്കണോ? പകരം ബെറ്റർ CCTV-കൾ അടക്കം അതിൽ കൊണ്ടുവരിക, ബസ്സുകളുടെ ക്വാളിറ്റി കൂട്ടുക, ക്ലീൻനെസ് കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അഫോർഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് എന്തിനാണ് ഫ്രീ റൈഡ്? ദൈവമേ, സമാധാനമായി. ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ. നാളെയും ഒരു ഉപകാരം ചെയ്യാനുള്ള പാർട്ടി കൊണ്ട് തരണേ.